അടുത്ത ദിവസം രാവിലെ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ് കേട്ടോ. ഒരുപാട് നല്ല മെമ്മറീസ് തന്ന ഈ പ്രോപ്പർട്ടി വിട്ടിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് യാത്രയാവാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മൾ എല്ലാം പാക്ക് ചെയ്തു, എല്ലാവരും റെഡിയായി. ഇനി നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട്, നമ്മുടെ പഴയ ടാറ്റ സുമോ. ഒരുപാട് വർഷമായിട്ടോ ഇതിൽ യാത്ര ചെയ്തിട്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വേറെ എവിടേക്കുമല്ല, മണാലിയിലേക്കൊരു യാത്ര. ഷിംല ടു മണാലി ഏകദേശം ഒരു 225 കിലോമീറ്റർ ഉണ്ട്. ഒരു 5.5-6 മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ ബൈ റോഡ്. അങ്ങനെ നീണ്ട ഒരു 5-5.5 മണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ കുളു എത്തിയിട്ടോ. ഈ കാണുന്നതാണ് കുളുവിൻ്റെ രാത്രി ദൃശ്യങ്ങൾ. നല്ല രസമുണ്ട്. മലകൾക്ക് ഇടയിൽ ഒരുപാട് ചെറിയ ചെറിയ ലൈറ്റൊക്കെ ആയിട്ട്. അപ്പോൾ കാണുന്ന പലതും വീടുകളും മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെയാണ്. പിന്നെ തണുപ്പ് ഒരു രക്ഷയില്ല, ഷിംലയിലെക്കാട്ടിയും തണുപ്പ് കൂടുതലാണ്. ഇവിടെ ഇപ്പോൾ മൈനസിലാട്ടോ ടെമ്പറേച്ചർ ഓടിക്കൊണ്ടിരിക്കുന്നത്. -2, -3 കാണിക്കുന്നുണ്ട്. ഇവിടുന്ന് മണാലിയിലേക്ക് 40 കിലോമീറ്ററും അതുപോലെ തന്നെ ലേയിലേക്ക് 446 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അങ്ങനെ കുളുവിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മൾ മണാലിയിലെത്തിയിട്ടോ. മണാലിയിൽ നമ്മൾ റൂമൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഒരു ഫാമിലി കോട്ടേജാണ് എടുത്തിട്ടുള്ളത്. ഒരു ഹാളും അതുപോലെ തന്നെ 2 ബെഡ്റൂമും, ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട്. പിന്നെ ഓരോ ബെഡ്റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. 2 ബെഡ്റൂമിലും ബാൽക്കണി ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു നല്ലൊരു ഫാമിലി കോട്ടേജാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. കാരണം ബൈ റോഡ് 225 കിലോമീറ്റർ ഉള്ളെങ്കിലും കൂടുതലും മലകൾക്കിടയിലൂടെയുള്ള യാത്രയായതുകൊണ്ട് എല്ലാവരും കുറേയൊക്കെ ഛർദിയും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. കാരണം മണാലിയിൽ വന്നപ്പോഴാണ് അത് കൂടുതൽ ഫീൽ ചെയ്തത്. പിന്നെ ടെമ്പറേച്ചർ മൈനസ് ആയതിൻ്റെ പ്രശ്നം വേറെയുണ്ട്. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര കെയറായിട്ട് ഇനി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നാളെ രാവിലെ ബാക്കി വിശേഷങ്ങൾ കാണാം. ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ 2 ബെഡ്റൂമും പരിപാടിയൊക്കെ. പിന്നെ നല്ല സ്റ്റേ ആണ്, കാണാൻ നല്ല വൃത്തിയുള്ള റൂമാണ്. പിന്നെ ഭക്ഷണം ഒക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ടെൻഷനില്ല. പിന്നെ ഇനി നാളെയുള്ള പ്ലാൻ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കാര്യമായിട്ട് പ്ലാൻ ചെയ്യണം. മണാലിയിൽ കൂടുതൽ സ്നോ ആക്ടിവിറ്റീസാണ്, വേറൊന്നും അങ്ങനെ കൂടുതലായിട്ടില്ല. എങ്കിലും പറ്റാവുന്നതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നാളത്തെ യാത്ര ഒന്ന് അടിപൊളിയാക്കണം. അപ്പോൾ തൽക്കാലം ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. നാളെ രാവിലെ കാണാം കേട്ടോ. രാവിലെ നമ്മുടെ റൂമിൻ്റെ ബാൽക്കണി എന്നുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇത്. ആ വൈറ്റ് കാണുന്നത് സ്നോ ആണ്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന്. -8 ഇന്നലെ രാത്രിത്തെ ടെമ്പറേച്ചർ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ട് -5 ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് സഹിക്കാൻ കഴിയാത്ത തണുപ്പ് തന്നെയാണ്. കൂടുതലും റൂമിൽ ഹീറ്ററില്ല. ഹീറ്റർ അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്താൽ കിട്ടും. പക്ഷേ നല്ല കട്ടിയുള്ള 1-2 ബ്ലാങ്കറ്റൊക്കെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ആയിട്ട് പോയി. പിന്നെ തൊട്ടടുത്ത് തന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ ഹോട്ടലിൻ്റെ തന്നെ. അവിടെ രാത്രിയിൽ ഈ ഫയറും അതുപോലത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ചൂടൊന്നും നമുക്ക് വലിയ ഏശിയിട്ടില്ല കേട്ടോ. കാരണം കടുത്ത തണുപ്പായതുകൊണ്ട് ഒരു തീയിട്ടിട്ടൊന്നും വലിയ ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെ റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പക്ഷെ നമ്മളത് കഴിക്കാൻ നിൽക്കണില്ല. അത് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലത്തും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ സുമോ ചേട്ടൻ വീണ്ടും നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. ഇന്ന് സ്നോ കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. പോകുന്ന വഴിക്കൊക്കെ സ്നോ ആണ്. സ്നോ നമുക്ക് വണ്ടിയിൽ ഇരുന്ന് തന്നെ കണ്ടും മതിയായി എന്ന് പറയാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി അവിടെ എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ കഴിക്കണം. അത് ഒരു ഐഡിയ ഇല്ല ഇതിനകത്ത് എവിടെയാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന സ്ഥലം എന്നുള്ളത്.
പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ഈ സ്നോൻ്റെ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഇവിടെ റെൻറ്റിന് ഈ ഡ്രസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ ഇതില്ലാതെ നമുക്ക് സ്നോയിൽ പോയിട്ട് കാര്യമില്ല, ഭയങ്കര തണുപ്പല്ല. അപ്പോൾ ഗ്ലൗസ്, ഷൂ, ഡ്രസ്സ് ഒക്കെ നമ്മൾ എന്താക്കി ഇവിടുന്ന് റെൻറ്റിനെടുത്ത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഷിംലയിൽ സ്നോ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കേട്ടോ. ഓരോ ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കും സ്നോ എവിടെയുള്ളത്. നമ്മൾ താമസിച്ച സ്ഥലത്തൊന്നും സ്നോ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുഫ്രിയിൽ പോയിട്ടാണ് നമുക്ക് കുറച്ചെങ്കിലും സ്നോ കിട്ടിയത്. ഇവിടെ എവിടെ തിരിഞ്ഞാലും സ്നോ ആണ് കേട്ടോ, നിങ്ങൾ നോക്കിയാൽ കാണാം. പിന്നെ റോഡിൽ മൊത്തം സ്നോ ആണ്. അങ്ങനെ നമ്മൾ സ്നോൻ്റെ ആക്ടിവിറ്റി ഏരിയയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, നമുക്ക് നോക്കാം. ഈ മൈനസ് ടെമ്പറേച്ചറിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയിരുന്നു. എന്നിരുന്നാലും ഇപ്പോൾ എനിക്ക് പേഴ്സണലി കുറച്ച് ടയർഡ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഇവിടെ നന്നായിട്ട് വെള്ളം കുടിക്കണം. നമുക്ക് ദാഹം ഫീൽ ചെയ്യുന്നില്ലെങ്കിലും വെള്ളം കുടിക്കണം കേട്ടോ. പക്ഷേ നമ്മൾ ഈ യാത്രയിൽ വെള്ളം കൂടി അത്ര കുറവായിരുന്നു. അതിൻ്റെ ഒരു ഫീല് കാണാനുണ്ട്. പിന്നെ മാത്രമല്ല നല്ലൊരു തലവേദനയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. നമ്മൾ ടീംസൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ സ്നോ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സ്കീ ആണ്. സ്കീ നല്ല എക്സ്പീരിയൻസ് വേണ്ട ഒരു ഐറ്റമാണ്. ഇവരെ ഒരു ട്രെയിനിങ് തരും, നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിച്ച് തരും. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ഇത് ഏലാൻ പറ്റില്ല, പക്ഷേ പിന്നെ നമുക്ക് കുറച്ചൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ സ്കീ ആക്ടിവിറ്റീസ് നമ്മൾ 2 റൗണ്ട് കറങ്ങി വരുമ്പോഴേക്ക് തന്നെ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചു കേട്ടോ. കാരണം ഇത് നന്നായിട്ട് അധ്വാനം വേണ്ട ഒരു പണിയാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹൈ ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതെനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര തലവേദനയും ടയർഡ്നെസ്സും ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് വെള്ളം കുടിക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ബോട്ടിൽ വാങ്ങിച്ചിട്ട് തണുപ്പിന് വെള്ളം കുടിക്കാൻ പറ്റണില്ല. ഒന്നാമത് വെള്ളം തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം പോലെ നല്ല തണുപ്പാണ്. പിന്നെ കണ്ടാലറിയാം നല്ല വെയിലും ഉണ്ട്. ആ വെയിലും നമ്മളെ ശരിക്കും ടയർഡാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഫുള്ള് വൈറ്റ് കാണുമ്പം കണ്ണിനൊരു പ്രശ്നമുണ്ട്. ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് പോകുന്നതായിരിക്കും
നല്ലത്. അത്യാവശ്യം ഒരു കൂളിംഗ് ഗ്ലാസ് എടുത്തുകൊണ്ട് കുറച്ച് രക്ഷപ്പെട്ടു. ഒരുപാട് സമയം വൈറ്റ് കാണുമ്പോൾ കണ്ണിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. അത് എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണെന്ന് അറിയില്ല. മഞ്ഞ എത്ര കിലോ? 1.5. അത് ശരി. എത്ര കിലോ വെച്ചത്? 1.5 കിലോ മഞ്ഞ് 15 രൂപ. सनग्लास बच्चे के लिए सनग्लास सर आंखों में सनग्लास नहीं लगेगा, फोटो भी अच्छा आएगा। बच्चे के लिए भी ले लो सनग्लास। लेना मैडम। നമ്മുടെ തൊട്ട് മുകളിലെ സൈഡിലുണ്ടായിരുന്നു അവിടെ ഭയങ്കര വെയിലാണ്. അവിടെ നിന്നാണ് നമ്മൾ സ്കീയൊക്കെ ചെയ്തിട്ട് വന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളുടെ തണലുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴേക്ക് ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു. പിന്നെ ടയർഡ്നെസ് കൂടുകയാണ് ഇരിക്കുന്ന സമയത്ത് കേട്ടോ. हेलो खाना तो या ऊपर ഇവിടുന്ന് നമ്മൾ വണ്ടിയിൽ വിട്ടു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം അടൽ ടണലാണ്. വേൾഡ് റെക്കോർഡുള്ള അടൽ ടണൽ. ഇതാണ് അടൽ ടണലിൻ്റെ എൻട്രൻസ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ വശത്തു നിന്നാണ് നമ്മൾ വണ്ടിയിൽ ഇങ്ങോട്ടേക്ക് വന്നത്. ഏകദേശം 9 കിലോമീറ്ററുള്ള ടണലാണ്. ഈ വലിയൊരു മല തുരന്നിട്ട് റോഡ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഇപ്പുറത്ത് വേറൊരു ഡിസ്ട്രിക്റ്റാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മറ്റൊരു ഡിസ്ട്രിക്റ്റിലാണ്. നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തിനേക്കാളും സ്കീ ആക്ടിവിറ്റീസൊക്കെ ചെയ്തില്ലേ, അവിടത്തേക്കാളും തണുപ്പ് കൂടുതലാണ്. ഇവിടെ എക്സ്ട്രീം വിൻ്ററാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം. ഒരു റിവറൊക്കെ ആ സൈഡിൽ പോകുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഫ്രീസായി നിൽക്കുന്ന രീതിയിലാണ് ഉള്ളത്. മൊത്തത്തിൽ തണുപ്പും മഞ്ഞും കൂടിയൊരു സ്ഥലം കേട്ടോ. ഇതാണ് ഈ അടൽ ടണൽ. 9 കിലോമീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഒരു അടിപൊളി അനുഭവമാണ് കേട്ടോ. പിന്നെ ഒരു വേൾഡ് റെക്കോർഡുള്ള ഒരു ടണലിലേക്ക് കൂടി യാത്ര ചെയ്യുമ്പോഴുള്ളൊരു ഫീലിങ്സ് വേറെ തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നന്നായിട്ട് ടയേർഡായി. ORS ഒക്കെ കുടിച്ചിട്ട് ഇപ്പോൾ ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ ഈ സ്നോ ഡ്രസ്സൊക്കെ അഴിച്ച് പിന്നെ തിരിച്ചു കൊടുക്കേണ്ട സ്ഥലത്തൊക്കെ കൊടുത്ത് നമ്മൾ നേരെ ഇനി റൂമിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ റൂമിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ. രാവിലെ കാണിച്ചില്ലേ, സെയിം വ്യൂ തന്നെയാണ്. ഇന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ഒരുപാട് സ്നോ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് പിന്നെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്സൊക്കെ ആയിട്ട് ആകെ ടയേർഡാണ്. അപ്പം റെസ്റ്റ് എടുക്കണം, ഫുഡ് കഴിക്കണം, റെസ്റ്റ് എടുക്കണം. പിന്നെ നാളത്തെ പരിപാടി എന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം NMC Wayfinder. ദിസ് ഈസ് നൗഫൽ.